Hi students, welcome you all to Dental Technology class. ഞാൻ ഡോക്ടർ ശ്രീദേവി കടമ്പനാട് KRKPM VHSSലെ ഡെന്റൽ ടെക്നോളജി ടീച്ചറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ എത്താനായിട്ട് കൊതിയായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിങ്ങളെയൊക്കെ കാണണമെന്ന്. എത്രയും വേഗം നമുക്ക് എല്ലാവർക്കും സ്കൂളിലെത്തി നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡൈ പ്രിപ്പറേഷനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാസ്റ്റിംഗ് പ്രൊസീജിയറിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ കാസ്റ്റിംഗ് പ്രൊസീജിയറിന്റെ ആ വിവിധ സ്റ്റെപ്പുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഇവിടെ സ്റ്റെപ്സ് ഓഫ് കാസ്റ്റിംഗിൽ പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ഡിസൈനിങ് ഓഫ് FPD, ടൂത്ത് പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്രഷൻ ടേക്കിംഗ്, കാസ്റ്റ് ഡ്യൂപ്ലിക്കേഷൻ, ഇതുവരെ ഡോക്ടർ ശ്രീജ നിങ്ങളെ എല്ലാവരെയും നന്നായി പഠിപ്പിച്ചു. ഇനി നമുക്ക് അറിയേണ്ടത് ഡൈ പ്രിപ്പറേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഡൈ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഡൈ മോഡൽ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. Cast. It is a positive replica of the prepared teeth, ridge areas and other parts of the dental arch. A die is a positive reproduction of form of a prepared tooth. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മോഡൽ അഥവാ കാസ്റ്റ് എന്നാൽ positive replica of teeth and associated structures of oral cavity. Die is a positive replica of a single tooth. ഇത് ഒരു കാസ്റ്റ് ആണ്. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആണ് കാസ്റ്റ്. ഇതിലൊരു പ്രിപ്പയർഡ് ടൂത്തിന്റെ ഫോം ഉണ്ട്. ഇത് നമ്മൾ പേഷ്യന്റിന്റെ ഇംപ്രഷൻ എടുത്തതിന് ശേഷം ഡെന്റൽ സ്റ്റോൺ ഉപയോഗിച്ച് ഒരു മോഡൽ പോർ ചെയ്തെടുക്കുന്നു. നമുക്ക് ഈ പ്രിപ്പയർഡ് ടൂത്തിലും നമുക്ക് വാക്സ് പാറ്റേൺ നിർമ്മിക്കാം. പക്ഷേ ഇത് ഒരു ഡൈ പ്രിപ്പയർഡ് ആണ്. ഈ മോഡലിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ഈ ഡൈയിൽ നമുക്ക് വാക്സ് പാറ്റേൺ നിർമ്മിക്കാം. ഇവിടെ ഈ സർവൈക്കൽ മാർജിൻ 0.5 to 1 millimeter ആക്സസ് കിട്ടും. നമ്മൾ നിർമ്മിക്കുന്ന വാക്സ് പാറ്റേണിന്റെ മാർജിനൽ ഫിറ്റ് ആക്യുറേറ്റ് ആയിരിക്കും. അതുവഴി നമ്മൾ കൊടുക്കുന്ന ക്രൗണിനും നല്ല മാർജിനൽ ഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഡൈ ഇതാണ്. ഇറ്റ് ഈസ് ദി പോസിറ്റീവ് റിപ്ലിക്ക ഓഫ് എ സിംഗിൾ ടൂത്ത്. ഒരു ഡൈ പ്രിപ്പയർഡ് ടൂത്തിന്റെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം. എയർ ബബിൾസ്, വോയിഡ്സ്, സർഫസ് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാകരുത്. വാക്സ് പാറ്റേൺ നിർമ്മിക്കുവാനുള്ള നല്ല ആക്സസ് ഡൈക്ക് ഉണ്ടായിരിക്കണം. ഡൈ മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പം ഇതിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ടൈപ്പ് 5ഉം ടൈപ്പ് 4ഉം ആണ്. കാസ്റ്റിലുള്ള പ്രിപ്പയർഡ് ടൂത്തിനേക്കാൾ ഡൈയിലാണ് വാക്സ് പാറ്റേൺ ആക്യുറേറ്റ് ആയി നിർമ്മിക്കാൻ സാധിക്കുക. വാക്സ് പാറ്റേൺ റീചെക്കിംഗ് ചെയ്യാൻ ഈസിയായി സാധിക്കുന്നത് പ്രിപ്പയർഡ് ടൂത്ത് ഒരു ഡൈയിൽ കിട്ടുമ്പോഴാണ്. മാർജിൻസിൽ നല്ല ആക്സസ് കിട്ടുന്നതുകൊണ്ട് വാക്സ് പാറ്റേൺ നിർമ്മിക്കുമ്പോൾ നല്ല മാർജിനൽ ഫിറ്റ് കിട്ടുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈ സിസ്റ്റത്തിന്റെ
കുറിച്ചുള്ള ഒരു സ്ലൈഡാണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത്. നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഡൈ സിസ്റ്റത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സോളിഡ് കാസ്റ്റ് വിത്ത് ഇൻഡിവിജ്വൽ ഡൈ സിസ്റ്റം, DBA സിസ്റ്റം, ഡയലോഗ് സിസ്റ്റം, പിൻഡെക്സ് സിസ്റ്റം. ആദ്യം നമുക്ക് എന്താണ് സോളിഡ് കാസ്റ്റ് വിത്ത് ഇൻഡിവിജ്വൽ ഡൈ സിസ്റ്റം അതെന്താണെന്ന് നോക്കാം. ഇത് ഒരു ഡ്യുവൽ പോർ ടെക്നിക്കാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഇംപ്രഷനിൽ പ്രിപ്പയർ ചെയ്ത ടൂത്തും അതിനോട് ചേർന്ന ഭാഗവും മാത്രം പോർ ചെയ്യുന്നു. അത് സെറ്റായതിനു ശേഷം നമ്മൾ ഇളക്കി മാറ്റുന്നു. ഈ ഇളക്കി മാറ്റിയ ആ ഒരു ഭാഗത്തെ നമ്മൾ ഡൈ ആയി കണക്കാക്കുന്നു. ഇതിലാണ് നമ്മൾ വാക്സ് പാറ്റേൺ നിർമ്മിക്കുന്നത്. പിന്നെ ബാക്കി ഉള്ള ഇംപ്രഷൻ മൊത്തമായി, അതായത് മൊത്തത്തിൽ ആ ഇംപ്രഷൻ രണ്ടാമത് പോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡ്യുവൽ പോർ ടെക്നിക്. ഇത് അത്ര ആക്യുറേറ്റ് അല്ല. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. വാക്സ് പാറ്റേൺ ഫാബ്രിക്കേഷൻ അത് ആക്യുറേറ്റ് ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കഴിവതും ഇത് അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. ഇനി അടുത്തത് DBA സിസ്റ്റമാണ്. ഇവിടെ ഇംപ്രഷൻ പവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നേരത്തെ മാർക്ക് ചെയ്ത, അതായത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ പോയിന്റിൽ കൂടി പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് കുറച്ച് ഫാസ്റ്റായ ഒരു ടെക്നിക്കാണ്. എന്നാലും അത്ര കോമൺലി യൂസ് ചെയ്യാത്ത ഒരു ടെക്നിക്കാണ്. അടുത്തത് ഡയലോഗ് സിസ്റ്റം. ഇത് ഒരു സിംഗിൾ പോർ ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ഒരു ഡയലോഗ് ട്രേ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റിന്റെ ടൂത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രഷൻ എടുക്കും. ആ ഇംപ്രഷൻ പോർ ചെയ്യുന്നത് യു ഷേപ്പിലാണ്. യു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ, മറിച്ച് ഇതുപോലെ പലറ്റൽ ഏരിയ ഒന്നും നമ്മൾ പോർ ചെയ്യുന്നില്ല. ഇങ്ങനെ യു ഷേപ്പിൽ നമ്മൾ നിർമ്മിച്ച ഒരു കാസ്റ്റ് വൃത്തിയായി ട്രിം ചെയ്ത് റിറ്റൻറ്റീവ് ഗ്രൂസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു ഡയലോഗ് ട്രേ എടുക്കുന്നു. ഈ ഡയലോഗ് ട്രേയിൽ സ്റ്റോൺ നമ്മൾ പോർ ചെയ്യുന്നു. ആ പോർ ചെയ്ത സ്റ്റോണിന് മുകളിലായിട്ട് നമ്മൾ ഈ കാസ്റ്റ് ഫ്ലെക്സ് ചെയ്യുന്നു. സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഡയലോഗ് ട്രേ പതുക്കെ ഇളക്കി മാറ്റി ഈ കാസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പ്രിപ്പയർഡ് ടൂത്ത് ഒരു സോ ഉപയോഗിച്ച് നമുക്ക് സ്ലൈസ് ചെയ്ത് മാറ്റാം. അങ്ങനെ മാറ്റിയതിനു ശേഷം വീണ്ടും നമുക്ക് ഈ ഡൈയും ആ ബാക്കി കാസ്റ്റും തിരിച്ച് നമുക്ക് ഈ ഡയലോഗ് ട്രേയിൽ വീണ്ടും റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡയലോഗ് സിസ്റ്റവും നമ്മൾ അങ്ങനെ സാധാരണ ഉപയോഗിക്കാറില്ല. അടുത്തത് പിൻഡെക്സ് സിസ്റ്റം. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പിൻഡെക്സ് സിസ്റ്റമാണ്. നമ്മൾ സാധാരണ ടൂത്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇംപ്രഷൻ ഒക്കെ പോർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു മോഡലിന്റെ ട്രിമ്മിങ്ങിനൊക്കെ ശേഷം നമ്മൾ എവിടെയാണോ ഈ ഡൈയുടെ പിൻ വേണ്ടത് അത് നമ്മൾ കാസ്റ്റിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ പെൻസിൽ കൊണ്ട് ചെറിയ മാർക്കിങ്സ് കൊടുക്കും. അങ്ങനെ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പിൻഡെക്സിൽ, അതായത് ഒരു പിൻഡെക്സ് മെഷീനിൽ നമ്മൾ ഈ കാസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഈ പിൻഡെക്സ് മെഷീനിൽ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയാണോ നമ്മൾ മാർക്ക് കൊടുത്തെടുത്ത് തന്നെയാണോ ഹോൾസ് വീഴുന്നത് നമുക്ക് നോക്കാം. ഈ ഹോൾസിലൂടെയാണ് നമ്മൾ ആക്ച്വലി പിന്നീട് ഇൻസേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും.
അപ്പൊ നമ്മള് ലൈറ്റ് ഇൻഡിക്കേറ്ററിന്റെ സഹായത്തോടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എക്സാക്ട് പൊസിഷനിൽ തന്നെ നമ്മൾ ഹോൾസ് ഡ്രില്ല് ചെയ്യുന്നു. ഈ കാസ്റ്റിൽ നമ്മൾ ഹോൾസ് ഡ്രില്ല് ചെയ്യുന്നു. അങ്ങനെ ഹോൾസ് ഡ്രില്ല് ചെയ്തതിനു ശേഷം നമ്മൾ പിൻ ഫിക്സ് ചെയ്യും. അങ്ങനെ പിൻ ഫിക്സ് ചെയ്തിട്ട് നമ്മള് ഈ പിന്നിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു വാക്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ വാക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ മോഡൽ ഒരു ബേസ് ഫോമറിലേക്ക് വെക്കുന്നു. അപ്പൊ ബേസ് ഫോമർ വെക്കുന്നത് ഈ മോഡലിന് ഒരു ബേസ് പോർ ചെയ്യാനായിട്ടാണ്. അപ്പൊ അങ്ങനെ ബേസ് ഫോമറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഡൈ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലെ ഉള്ള ഒരു സിസ്റ്റം കിട്ടും. ഇത് ഒരു ഇൻഡെക്സ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു പ്രിപ്പയർഡ് സിംഗിൾ ടൂത്താണ്. പിൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. പിൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ ഈ പിന്ന്. ഇതാണ് നമ്മൾ പോർ ചെയ്ത ബേസ്. ഇത് നമ്മുടെ മോഡലിന്റെ ഭാഗം. ഇത് പിൻഡെക്സ് സിസ്റ്റത്തിലുള്ള ഒരു ഡൈ. നമുക്ക് ഇനി ഇതിന്റെ വീഡിയോ കാണാം.
വീഡിയോ കണ്ടല്ലോ. ഇനി നമുക്ക് അസൈൻമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പ്രൊസീജിയർ ഓഫ് ഡൈ പ്രിപ്പറേഷൻ ബൈ യൂസിങ് പിൻഡെക്സ് സിസ്റ്റം. 2. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈ സിസ്റ്റംസ്. ഈ 2 അസൈൻമെന്റുകളും തയ്യാറാക്കുക. Sample questions. Differentiate a die and a cast. അടുത്തത് advantages of die preparation. List any 3 die systems and explain any one system in detail. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഡൈ എന്താണെന്ന് പഠിച്ചു, റിക്വയർമെന്റ്സ് ഓഫ് ഡൈ പഠിച്ചു, അഡ്വാൻറ്റേജസ് ഓഫ് ഡൈ പ്രിപ്പറേഷൻ പഠിച്ചു, ഡൈ മെറ്റീരിയൽസ് നമ്മളൊന്ന് ഓർത്തെടുത്തു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈ സിസ്റ്റംസ് നമ്മൾ പഠിച്ചു, പിൻഡെക്സ്, DBA, ഡൈലോഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതില് പിൻഡെക്സിന്റെ പ്രിപ്പറേഷൻ, പിൻഡെക്സ് സിസ്റ്റത്തിൽ ഒരു ഡൈ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. അപ്പൊ ഇനി നിങ്ങള് ഞാൻ തന്നിട്ടുള്ള അസൈൻമെന്റ്സ് തയ്യാറാക്കുക, തന്നിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് തയ്യാറാക്കുക. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.